നമസ്കാരം. അപ്പോൾ വ്രതെടുത്ത് അമ്പലത്തിലൊക്കെ പോയി തന്നെയാണ് പൊങ്കാലിടുന്നത്. പിന്നെ എന്നെ പൊങ്കാലിടുന്നവരോട് പറയാനുള്ളത്, ഇത്രയും വ്രതെടുത്ത് ഇത്രയും ബുദ്ധിമുട്ടി എല്ലാവരും പൊങ്കാലിടുന്ന പോലെ തന്നെയാണ് ഞാനും ഇടുന്നത്. അപ്പോൾ അത് അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിട്ടല്ലേ. അപ്പോൾ അത് എന്നെ പൊങ്കാല ഇടുന്നവരോട് ഇത്രേ പറയാനുള്ളൂ. അത് നിങ്ങൾ അമ്മയെ പറയുന്ന, അതായത് അമ്മയെ തള്ളി പറയുന്നതിന് തുല്യമാണ്. ഇവരൊരു സിനിമാ നടിയൊന്നുമല്ല, പക്ഷേ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഇവരെ കാണാൻ വേണ്ടി ആളുകൾ കൂടാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാം പോലുള്ള ഇടങ്ങളിൽ കുറച്ച് ചൂടൻ സംഗതികളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇവർ വാർത്തയിലേക്ക് വരുന്നത്. നിള നമ്പ്യാർ എന്ന പേരിലാണ് ഇവർ കൂടുതലും അറിയപ്പെട്ടത്. എന്നാൽ പിന്നീട് ഒരു പ്രമുഖ മാധ്യമത്തിന് അവർ കൊടുത്ത ഇൻ്റർവ്യൂവിൽ അവർ തുറന്നു പറയുന്നു, അവർ നിള നമ്പ്യാരല്ല, അവരുടെ യഥാർത്ഥത്തിലുള്ള പേര് ആസിയ എന്നാണെന്നും അവരൊരു മുസ്ലിമാണെന്നും അവരുടെ ഭർത്താവായിരിക്കുന്ന ആളും മുസ്ലിമാണ് എന്ന് പറയുന്നു. പിന്നീട് അവർക്ക് ആ പേരിൽ ഇത്തരം കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. അതായത് ഇൻസ്റ്റാഗ്രാമിൽ അല്പവസ്ത്രത ഒക്കെ ധരിച്ചുകൊണ്ടുള്ള പരിപാടി, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഈ ശരീര പ്രദർശനമൊക്കെ നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇവരൊരു പടി കൂടി കടന്നിട്ട് മൂത്രം ഒഴിക്കാനിരിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്നത് രഹസ്യഭാഗങ്ങൾ സോപ്പിട്ട് കഴുകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഇവർ കൂടുതലും വ്യൂവേഴ്സിനെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അവർക്ക് കൃത്യമായിട്ടും അറിയാം കേരളത്തിൽ അത്യാവശ്യം ലൈംഗിക ദാരിദ്ര്യമുള്ള മനുഷ്യർ താമസിക്കുന്ന ഒരു ഇടമാണ് എന്ന് അറിയാവുന്നതുകൊണ്ടും മാത്രമല്ല, ഇവിടെ ഒരു പ്രത്യേക വിഭാഗത്തിനെ ആകർഷിക്കാൻ സ്വന്തം പേരിൽ ഇതുപോലുള്ള പരിപാടികൾ ചെയ്തു കഴിഞ്ഞാൽ അത് നടക്കില്ല. ഒരുപക്ഷെ വധഭീഷണി വരെ കിട്ടിയേക്കും. അതിനാൽ ഒരു അമുസ്ലിമിൻ്റെ പേര് അവർ സ്വീകരിക്കുകയാണ് ചെയ്തത്. നിള നമ്പ്യാർ എന്നൊരു പേര് സ്വീകരിക്കും. അതാവുമ്പോൾ ഇവിടുത്തെ സുഡാപ്പികൾക്ക് യാതൊരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് കാണുകയും ചെയ്യാം. ഒരു മുസ്ലിം പെണ്ണിൻ്റെ ഒന്നുമല്ല, സ്ത്രീയൊന്നും അല്ലല്ലോ. ഒരു അമുസ്ലിമിൻ്റെ നഗ്നത കാണുക, അല്ലെങ്കിൽ ഇതുപോലുള്ള ചൂടൻ രംഗങ്ങൾ കാണുക എന്നത് അവർ ഗൂഢമായി ആനന്ദിച്ച് അത് കാണുകയും വ്യൂസ് കൂടുതൽ കിട്ടുകയും ചെയ്യും. മറിച്ച് ആസിയ എന്ന പേരിലായിരുന്നു അവർ ഇത് കാണിച്ചിരുന്നെങ്കിൽ സുഡാപ്പികളിൽ നിന്ന് തെറി മാത്രമേ കിട്ടത്തുള്ളൂ, വ്യൂസ് ഒന്നും കിട്ടില്ലായിരുന്നു, കാശും കിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് ഈ അടുത്ത കാലത്തായിട്ട് അവരൊരു വെബ് സീരീസ്, ഒരു അഡൽട്ട് വെബ് സീരീസാണ് അവർ പ്രഖ്യാപിക്കുന്നത്. അതിൽ ഈ മലയാളത്തിലെ പ്രമുഖ നടനായിട്ടുള്ള അലൻസീറാണ് അതിൽ അഭിനയിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് അതൊന്നും പ്രശ്നമൊന്നും ഇല്ലാത്ത കേസാണ്. അദ്ദേഹത്തിന് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇത്തരം പടങ്ങളിലൊക്കെ അഭിനയിക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൽ അഭിനയിക്കാൻ പോകുന്നത്. അത് ഉടൻ തന്നെ ഷൂട്ട് ചെയ്യാൻ പോകുന്നു എന്നൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വാർത്തയിൽ നിറഞ്ഞു നിൽക്കണം. അത് മുഖ്യധാര മാധ്യമത്തിലും അതെ, സോഷ്യൽ മീഡിയയിലാണെങ്കിലും വാർത്തയിൽ ഇങ്ങനെ നിറഞ്ഞ് എപ്പോഴും സംസാര വിഷയമായിട്ട് നിന്നാൽ മാത്രമേ അവർ വിചാരിച്ച കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ പൊങ്കാലയ്ക്ക് വന്നത്. അതിൽ അവർ കുറേ ഭക്തിയും അതും ഇതൊക്കെ പറയുന്നുണ്ട് എങ്കിലും അത് ആത്യന്തികമായി കച്ചവടമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഹിന്ദുക്കളുടെ വിശ്വാസമാവട്ടെ, അല്ലെങ്കിൽ അവരുടെ ക്ഷേത്രമാവട്ടെ, അത്തരം ഇടങ്ങളിലൊക്കെ ആർക്കും വരാം. ആരും ഒന്നും അവരെ തടയില്ല. കാര്യം ഹൈന്ദവ സംസ്കാരം തന്നെ അങ്ങനെയാണ്. എല്ലാത്തിനെയും സ്വീകരിക്കും, സാംശീകരിക്കാൻ പറ്റുന്നതിനെ സാംശീകരിക്കുകയും ചെയ്യും, കൊള്ളാത്തതിനെ തള്ളുകയും ചെയ്യും. അത് പക്ഷേ ആരെയും വരണ്ട എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തില്ല. ലക്ഷക്കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു പൊങ്കാലയ്ക്ക് ഇതുപോലെ ഒരു വിവാദ നായിക വന്നാലും ആരും ഒന്നും പറയില്ല. കാരണം ലക്ഷക്കണക്കിന് സ്ത്രീകൾ ആ പൊങ്കാല ഇടുന്നുണ്ട്. ഇതിൽ എല്ലാവരും ഒന്നും നല്ലവരാണെന്ന് നമുക്ക് ആർക്കും വിധിക്കാൻ പറ്റില്ല. കാര്യം പല തരത്തിലുള്ള ആളുകൾ കാണും. അക്കൂട്ടത്തിൽ ഒരു ആസിയ അല്ലെങ്കിൽ ഒരു നിള നമ്പ്യാർ കൂടി വന്ന് പൊങ്കാല ഇട്ടാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. അങ്ങനെ എത്രയോ പേരിടുന്നു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വാർത്തയിൽ താരമാകുക എന്നത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അല്ലാതെ അവർക്ക് ഇതിനോടുള്ള വലിയ വിശ്വാസം കൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടി മുളയ്ക്കുന്നൊരു സംഗതിയൊന്നുമല്ലല്ലോ ഈ പറയുന്ന പോലെ വിശ്വാസവും അതുപോലെ. അവർക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയാം, ഈ കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും, കേരളത്തിലെ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളടക്കമുള്ളവർ അന്നത്തെ ദിവസം പൊങ്കാല ദിവസം ഇതായിരിക്കും ശ്രദ്ധ, ആ ക്യാമറ കണ്ണിൽ വരിക. അതേപോലെ തന്നെ ചില മയിലെന്നും കുയിലെന്നൊക്കെ പറഞ്ഞ് പേരിട്ട് നടക്കുന്ന ചില സോഷ്യൽ മീഡിയ ഇക്ലി ചാനലുകളുണ്ട്, അവർക്കുള്ള വിഭവങ്ങൾ കൊടുക്കുക. അവരും 3-4 ദിവസം ഇത് തന്നെ പറഞ്ഞ് ഇട്ട് ഇങ്ങനെ ലൈവായിട്ട് നിർത്തുക. എന്നിട്ട് അങ്ങനെ ആ വിവാദത്തിൽ അല്ലെങ്കിൽ വാർത്തയിൽ ഇങ്ങനെ താരമായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ വെബ് സീരീസ് അങ്ങോട്ട് ഇറക്കി വിടുക. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചില കാര്യങ്ങൾ ചെയ്തത്. ഇങ്ങനെയല്ല എങ്കിലും ഗുരുവായൂർ അമ്പലത്തിനെ മുൻനിർത്തിയിട്ട് മറ്റൊരു താത്തയുടെ അഭ്യാസവും നമ്മൾ കുറേ കാലം മുമ്പ് കണ്ടതാണ്. അന്ന് അവരുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യമറിയാതെ ഒരുപാട് പേര് അവരെ പിന്തുണച്ചിരുന്നു. പിന്നീട് അവർ കുറച്ച് ഓവറായെന്ന് കണ്ടപ്പോഴാണ് ആ പിന്തുണ പോവുകയും പിന്നീട് അവർക്ക് ആ പരിപാടി തന്നെ നിർത്തേണ്ടി വന്നു. എന്ന് പറഞ്ഞതുപോലെ എല്ലാം കച്ചവടി കണ്ണിലൂടെ കാണുന്ന ചില ആൾക്കാർ നടത്തുന്ന ഒരു അഭ്യാസമാണ്. അതിന് ഈ ഒരു കൂട്ടരുടെ, ഈ ഒരു മതസ്ഥരുടെ എന്തും ആവട്ടെ, അവരുടെ ആഘോഷമാവട്ടെ, ഉത്സവമാവട്ടെ, അല്ലെങ്കിൽ അവരുടെ ആചാര അനുഷ്ഠാനമാവട്ടെ, ക്ഷേത്ര ദർശനമാവട്ടെ, അതിലൊക്കെ പോവാം, ഒരു കുഴപ്പവുമില്ല. ആരും അവരെ തടയില്ല. പക്ഷേ ഇത്തരം ആളുകളൊന്നും നമ്മൾ മറ്റ് പ്രമുഖ മതസ്ഥരുടെ യാതൊന്നിനും ചെല്ലുകയോ അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ഒരു ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. കാര്യം അത് ഇതുപോലെ അത്ര എളുപ്പമല്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.